ലോകമെമ്പാടും 4 വർഷ ബിരുദമാണ് സർവകലാശാലകൾ നടത്തുന്നത്. ആ നിലവാരത്തിലേക്ക് കേരളവും പ്രവേശിക്കുകയാണ് ജൂലൈ 1 മുതൽ. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്ധമായ അനുവർത്തനമല്ല കേരളത്തിലെ 4 വർഷ ബിരുദത്തിലൂടെ നടപ്പിലാക്കുന്നതെന്ന് കേരള സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാഹചര്യം പരിഗണിച്ച് ആവശ്യമായ മാറ്റം വരുത്തിയാണ് കേരളം ഇത് നടപ്പിലാക്കുന്നത്. ബിരുദ കോഴ്സുകൾ 4 വർഷമാക്കിയതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം വിവരങ്ങൾ അറിയേണ്ടതായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുമല്ലോ. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ജൂലൈ 1 സംസ്ഥാനത്ത് തുടക്കമാകും. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ബിരുദ പഠനം ഏകീകൃത രൂപത്തിലാക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തുന്ന വലിയ മാറ്റത്തിന് സംസ്ഥാനത്തെ സർവകലാശാലകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ജൂൺ 30 മുൻപ് 1ഉം 2ഉം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാക്കി ജൂലൈ 1 ക്ലാസ് തുടങ്ങാനാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ നിർദ്ദേശം. ജൂലൈയിൽ 3, 4 ഘട്ട അലോട്ട്മെന്റുകൾ പ്രസിദ്ധീകരിക്കും. ഓഗസ്റ്റ് 31 മുൻപ് പ്രവേശന നടപടികളും കോഴ്സ് രജിസ്ട്രേഷനും അവസാനിപ്പിക്കും. ഒക്ടോബറിൽ ആദ്യ സെമസ്റ്റർ പൂർത്തിയാക്കി നവംബറിലായിരിക്കും പരീക്ഷ. ഡിസംബറിൽ ഫലപ്രഖ്യാപനം. അതത് സർവകലാശാലകളിൽ നിന്നുള്ള നിബന്ധനകളോടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. ഡിസംബർ 2 രണ്ടാം സെമസ്റ്റർ തുടങ്ങും. 2025 മാർച്ച് 31 ഈ സെമസ്റ്റർ പൂർത്തിയാക്കി ഏപ്രിലിൽ പരീക്ഷ നടത്തും. മെയ്യിലായിരിക്കും ഫലപ്രഖ്യാപനം. ഇന്റേണൽ പരീക്ഷ അക്കാദമിക് കലണ്ടറിൽ ഉൾപ്പെടുത്തും. അവയുടെ ഫലം കോളേജ് നോട്ടീസ് ബോർഡിൽ നിശ്ചിത തീയതിക്കുള്ളിൽ പ്രസിദ്ധീകരിക്കണം. കോളേജുകളിൽ അക്കാദമിക് കോർഡിനേറ്റർമാരെ നിയമിക്കും. ഡിപ്പാർട്ട്മെന്റ്, കോളേജ്, സർവകലാശാല തലത്തിൽ 4 വർഷ ബിരുദം സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാൻ സമിതികൾ രൂപീകരിക്കും. അഫിലിയേറ്റ് കോളേജുകളിലെ അധ്യാപകർക്ക് ജൂൺ 15 മുൻപ് സർവകലാശാലകളുടെ മേൽനോട്ടത്തിൽ 4 വർഷ ബിരുദ അധ്യാപനത്തിൽ പരിശീലനം നൽകും. കോളേജുകൾ സ്ഥാപന തലത്തിൽ ആസൂത്രണം നടത്തി കോഴ്സ് അന്തിമമാക്കി കോളേജ് വെബ്സൈറ്റിൽ നൽകണം. അതിന്റെ ലിങ്ക് സർവകലാശാല വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും. 1 വർഷത്തെ മുന്നൊരുക്കത്തിനു ശേഷമാണ് കേരളത്തിൽ 4 വർഷ ബിരുദ പഠനം യാഥാർത്ഥ്യമാക്കുന്നത്. നിലവിലുള്ള 3 വർഷത്തെ ബിരുദ കോഴ്സ് 1 വർഷത്തേക്ക് കൂടി നീട്ടി അധികമായി പഠിപ്പിക്കുന്ന ഒന്നായിട്ടല്ല 4 വർഷ ബിരുദം വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിശദമാക്കുന്നു. 3 വർഷം കഴിയുമ്പോൾ ബിരുദത്തോടെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റും 4 വർഷം പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് ഓണേഴ്സ് ബിരുദവും ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ബിരുദവും ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദേശീയ നയത്തിൽ ആദ്യ 2 വർഷത്തിൽ കോഴ്സ് ഉപേക്ഷിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയുണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. 3 വർഷം കഴിഞ്ഞേ എക്സിറ്റ് അനുവദിക്കുകയുള്ളൂ. കേരളത്തിലെ ചില സർവകലാശാലകൾ 4 വർഷ ബിരുദം കഴിഞ്ഞ വർഷമേ ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്ത മുഴുവൻ കോളേജുകളിലും ഇനി 4 വർഷ ബിരുദമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ പ്രവേശനം നേടുന്നവർക്ക് 3 വർഷം കൊണ്ട് ബിരുദം സ്വന്തമാക്കാമെന്നിരിക്കെ ഇനി പരമ്പരാഗത കോഴ്സുകൾ നടത്തേണ്ട ആവശ്യമില്ല. അതിനാൽ കേരളം സമ്പൂർണ്ണമായി 4 വർഷ ബിരുദത്തിലേക്ക് മാറുകയാണ്. വിദേശങ്ങളിൽ 4 വർഷ ബിരുദ കോഴ്സാണ് ഉള്ളത്. ഇവിടെ നിന്ന് ബിരുദം നേടി വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകുന്നവർ വീണ്ടും UG പഠിച്ച് ക്രെഡിറ്റ് സമ്പാദിക്കേണ്ട നിലയാണ് ഇപ്പോഴുള്ളത്. അതിനെ മാറ്റം വരികയാണ്. നമ്മുടെ സർവകലാശാലകളിലെ ബിരുദവും ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് മാറും. പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏകീകൃത തിരിച്ചറിയൽ നമ്പർ യൂണിക് ID അനുവദിക്കും. കോളേജിനകത്തു നിന്നും പുറത്തുനിന്നും ആർജിക്കുന്ന മുഴുവൻ ക്രെഡിറ്റും ഈ IDയിലുള്ള ക്രെഡിറ്റ് ബാങ്കിൽ നിക്ഷേപിക്കപ്പെടും. കോളേജോ സർവകലാശാലയോ മാറുന്ന സാഹചര്യത്തിൽ ക്രെഡിറ്റുകളും മാറ്റാം. അതിനാൽ പുതിയ സ്ഥാപനത്തിൽ നിന്ന് ബാക്കിയുള്ള ക്രെഡിറ്റ് നേടിയാൽ മതി. ഉദാഹരണത്തിന് 1 വർഷം കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജിൽ പഠിച്ചയാൾക്ക് 2ാം വർഷം കേരള സർവകലാശാലയിലെ കോളേജിലേക്ക് മാറാം. അല്ലെങ്കിൽ 2 വർഷം ഡൽഹി സർവകലാശാലയിൽ പഠിച്ചയാൾക്ക് 3ാം വർഷം കേരളത്തിലെ ഏതെങ്കിലും കോളേജിലേക്ക് മാറാം. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC യൂണിക് ID ഉള്ളതിനാൽ ദേശീയ തലത്തിലും ക്രെഡിറ്റ് മാറ്റവും കോളേജ് സർവകലാശാല മാറ്റവും അനുവദിക്കും. 3 വർഷത്തെ ബിരുദം, 4 വർഷത്തെ ഓണേഴ്സ് ബിരുദം, 4 വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിങ്ങനെ 3 തരത്തിലാണ് കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള വിഷയങ്ങളും കോമ്പിനേഷനുകളും പഠിക്കാനുള്ള കോഴ്സ് ബാസ്ക്കറ്റ് കോളേജുകളിലും സർവകലാശാലകളിലും ഉണ്ടായിരിക്കും. 3 വർഷ ബിരുദം. 3 വർഷം കഴിഞ്ഞാൽ
എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് പഠനം നിർത്തി BA, BSc, BCom ബിരുദങ്ങൾ നേടാം. ഇവർക്ക് 2 വർഷത്തെ PGക്ക് ചേർന്ന് പഠിക്കാൻ നിലവിലുള്ള സാധ്യത തുടരും. 4 വർഷ ബിരുദം ഓണേഴ്സ്. ഓണേഴ്സ് ബിരുദം ആഗ്രഹിക്കുന്നവർക്ക് 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. 4ാം വർഷത്തെ ആദ്യ സെമസ്റ്ററിൽ 7ാം സെമസ്റ്റർ റെഗുലർ ക്ലാസുകൾ ഉണ്ടാകും. 8ാം സെമസ്റ്റർ പൂർണ്ണമായി പ്രൊജക്റ്റും ഇന്റേൺഷിപ്പുമായിരിക്കും. ഈ സെമസ്റ്ററിൽ റെഗുലർ ക്ലാസുകൾ ഉണ്ടായിരിക്കുകയില്ല. കരിയർ താൽപ്പര്യമനുസരിച്ച് ലോകത്ത് എവിടെ വേണമെങ്കിലും ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാം. അതിനൊപ്പം 2 ഓൺലൈൻ കോഴ്സുകൾ കൂടി പൂർത്തിയാക്കണം. പ്രോജക്റ്റിനും ഇന്റേൺഷിപ്പിനും താൽപ്പര്യമില്ലാത്തവർക്ക് പകരമായി 3 ഓൺലൈൻ കോഴ്സ് പഠിച്ചാലും മതി. 4 വർഷത്തെ ബിരുദം ഓണേഴ്സ് പൂർത്തിയാക്കിയവർക്ക് തുടർന്ന് 1 വർഷത്തെ പഠനത്തിലൂടെ PGയും സ്വന്തമാക്കാം. അവർക്ക് PGയുടെ 2ാം വർഷത്തിലേക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രിയാണ് നൽകുന്നത്. 4 വർഷത്തെ ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച്. 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദത്തിന് ചേരാൻ 3 വർഷത്തെ പഠനത്തിൽ 75% മാർക്ക് വേണം. അധ്യാപനത്തിലും ഗവേഷണത്തിലും താൽപ്പര്യമുള്ളവർ ഇത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇവർക്ക് നേരിട്ട് PhDക്ക് ചേരാനും നെറ്റ് എഴുതുവാനും സാധിക്കും. അവസാന സെമസ്റ്ററിൽ ഒരു ഗവേഷണ മാർഗദർശിയുടെ മേൽനോട്ടത്തിൽ ഒരു തിസീസ് പൂർത്തിയാക്കിയാലേ 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം ലഭിക്കുകയുള്ളൂ. 4ാം വർഷത്തെ ആദ്യ സെമസ്റ്ററിൽ 7ാം സെമസ്റ്റർ റെഗുലർ ക്ലാസുകളുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ചെലവഴിക്കേണ്ട സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ്. തിയറിയിൽ ഒരു ക്രെഡിറ്റ് നേടാൻ ഒരു സെമസ്റ്ററിൽ 45 മണിക്കൂർ പഠന പ്രവർത്തനത്തിനായി ചെലവഴിക്കണം. അതിൽ 15 മണിക്കൂർ ക്ലാസ് തലത്തിലും 30 മണിക്കൂർ സ്വയം പഠനവും വേണം. 3 വർഷത്തിൽ 133 ക്രെഡിറ്റ് നേടിയാൽ ബിരുദവും 4 വർഷത്തിൽ 177 ക്രെഡിറ്റ് നേടിയാൽ ഓണേഴ്സും ലഭിക്കും. പ്രാക്ടിക്കലിൽ ഒരു ക്രെഡിറ്റ് നേടാൻ ഒരു സെമസ്റ്ററിൽ 30 മണിക്കൂർ പഠന പ്രവർത്തനത്തിനായി ചെലവഴിക്കണം. ഫീൽഡ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ക്രെഡിറ്റ് നേടാൻ ഒരു സെമസ്റ്ററിൽ 45 മണിക്കൂർ പഠന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കണം. ഒരു സെമസ്റ്ററിന് 18 ആഴ്ചകളിലായി 90 ദിവസമുണ്ടായിരിക്കും. ഒരു മെയിൻ 2 3 സബ്സിഡിയറി എന്നതാണ് പരമ്പരാഗത ബിരുദത്തിന്റെ ഘടന. എന്നാൽ 4 വർഷ ബിരുദത്തിലേക്ക് മാറുമ്പോൾ 6 തരം ഘടനയുള്ള പ്രോഗ്രാമുകൾ ലഭിക്കും. മെയിൻ പേപ്പർ എന്നതിനു പകരം മേജർ കോഴ്സ് എന്നായിരിക്കും അറിയപ്പെടുക. ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താനായി തിരഞ്ഞെടുക്കുന്ന കോഴ്സാണ് മേജറിൻ്റേത്. 3 വർഷത്തെ പ്രോഗ്രാമിൽ മൊത്തം ക്രെഡിറ്റുകളിൽ 50% ക്രെഡിറ്റ് മേജർ കോഴ്സിനിൽ നേടണം. 4 വർഷത്തെ പ്രോഗ്രാമിൽ ആകെ ആർജിക്കേണ്ട 177ൽ 88 ക്രെഡിറ്റ് മേജർ വിഷയത്തിന് ആയിരിക്കണം. 3 വർഷത്തെ പ്രോഗ്രാമിൽ ആകെ ആർജിക്കേണ്ട 133ൽ 68 ക്രെഡിറ്റ് മേജർ വിഷയത്തിൽ നേടണം. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഫിസിക്സിലാണ് 50% ക്രെഡിറ്റ് നേടുന്നതെങ്കിൽ ഫിസിക്സിലാകും മേജർ ബിരുദം ലഭിക്കുക. മേജർ കോഴ്സുകളുടെ അനുബന്ധ വിഷയങ്ങളോ വ്യത്യസ്തമായ വിഷയങ്ങളോ മൈനർ കോഴ്സായി തിരഞ്ഞെടുക്കാം. 3 വർഷത്തെ പ്രോഗ്രാമിൽ മൈനർ ചെയ്യുന്ന വിഷയത്തിൽ 24 ക്രെഡിറ്റുകൾ നേടണം. 4 വർഷത്തെ പ്രോഗ്രാമിൽ മൈനർ വിഷയത്തിൽ 36 ക്രെഡിറ്റുകൾ നേടിയിരിക്കണം. ഉദാഹരണത്തിന് ഫിസിക്സിലാണ് മേജർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പഠിക്കുന്ന കെമിസ്ട്രി, സുവോളജി പോലുള്ള വിഷയങ്ങളാണ് മൈനർ എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത മൈനർ കോഴ്സുകളെ തുടർ സെമസ്റ്ററുകളിൽ മേജർ കോഴ്സാക്കി മാറ്റി പ്രോഗ്രാം തന്നെ മാറ്റാനുള്ള അവസരവുമുണ്ട്. ഉദാഹരണത്തിന് മേജർ കോഴ്സിനായി ഫിസിക്സ് ചേർന്ന വിദ്യാർത്ഥി മൈനറായി ഹിസ്റ്ററി സ്വീകരിച്ചാൽ താൽപ്പര്യമുണ്ടെങ്കിൽ 3ാം സെമസ്റ്റർ മുതൽ ഹിസ്റ്ററി മേജറായി പഠിക്കാം. 4 വർഷ ബിരുദ പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നവരെല്ലാം സ്ഥാപനങ്ങളിലോ വ്യവസായശാലകളിലോ ഫാക്കൽറ്റികളോടൊപ്പമോ ഗവേഷകരോടൊപ്പമോ 120 മണിക്കൂർ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കണം. 2 ക്രെഡിറ്റുകളാണ് ഇന്റേൺഷിപ്പിന് നൽകുന്നത്. പുറത്ത് പ്രോജക്റ്റ് ലഭിച്ചില്ലെങ്കിൽ അധ്യാപകർക്കൊപ്പം ക്യാമ്പസിൽ തന്നെ അത് പൂർത്തിയാക്കാം. വേനലവധിക്കാലത്താണ് ഇത് ചെയ്യേണ്ടത്. പരമ്പരാഗത ബിരുദത്തിന് പരീക്ഷയിലും മൂല്യനിർണ്ണയത്തിലും എക്സ്റ്റേണൽ ഇന്റേണൽ അനുപാതം 80:20 ആണ്. 4 വർഷ ബിരുദത്തിൽ അത് 70:30 എന്നാക്കിയിട്ടുണ്ട്. 1, 3, 5, 7 സെമസ്റ്ററുകളുടെ മൂല്യനിർണ്ണയം കോളേജ് തലത്തിലാണ് നടത്തുക. വർഷാന്ത്യ പരീക്ഷകൾ സർവകലാശാല നൽകുന്ന ചോദ്യപേപ്പർ അനുസരിച്ചായിരിക്കും. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എന്ന നിലയിലേക്ക് പരീക്ഷാ സമയത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കേവലം എഴുത്തുപരീക്ഷ എന്നതിൽ നിന്ന് മാറി ഓൺലൈൻ, ഓപ്പൺ ബുക്ക്, ഫീൽഡ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ക്വിസ്, ഇന്റർവ്യൂ, കലാപ്രകടനം, വീഡിയോ നിർമ്മാണം, പ്രഭാഷണം, കേസ് സ്റ്റഡി, വ്യക്തിഗത പ്രൊജക്ട്, സർവേ അടക്കമുള്ളവ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗപ്പെടുത്തും. ഒരു കോഴ്സിലെ ഒരു ക്ലാസ്സിൽ 40 പേർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വ്യത്യസ്ത ബിരുദങ്ങൾ സ്വന്തമാക്കാം. ഗവേഷണത്തിനും അധ്യാപനത്തിനും താൽപ്പര്യമുള്ളവർക്ക്
ആ അർത്ഥത്തിൽ വളരാനും കലാകായിക മേഖലയിൽ മുന്നോട്ടു പോകേണ്ടവർക്ക് അങ്ങനെ പോകാനും ബിരുദത്തിനു ശേഷം തൊഴിൽ മേഖലകളിലേക്കാണ് താൽപ്പര്യമെങ്കിൽ അതിനുള്ള അവസരവും ലഭിക്കുന്നു. റെഗുലർ പഠനത്തോടൊപ്പം ഓൺലൈനായുള്ള കോഴ്സുകളിലൂടെ നേടുന്ന ക്രെഡിറ്റും സ്വന്തമാക്കാം. നൈപുണ്യ വികസനത്തിനുള്ള പരിശീലനങ്ങളും ക്രെഡിറ്റാക്കി മുതൽക്കൂട്ടാം. താൽപ്പര്യമുള്ളവർക്ക് ഒരു സെമസ്റ്റർ പൂർണ്ണമായും ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. മുഴുവൻ വിദ്യാർത്ഥികൾക്കും 120 മണിക്കൂറിന്റെ 2 ക്രെഡിറ്റ് നിർബന്ധിത വൊക്കേഷണൽ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഇന്റേൺഷിപ്പ്. അഡ്വാൻസ്ഡ് ലേണേഴ്സിന് വേണമെങ്കിൽ 2.5 വർഷം കൊണ്ട് ബിരുദം നേടാം. ആവശ്യമെങ്കിൽ പഠനത്തിനിടയ്ക്ക് ഇടവേളയെടുക്കുവാനും കോളേജോ സർവകലാശാലയോ മാറുവാനും അവസരമുണ്ട്. പ്രവേശനം നേടിയാൽ 7 വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കിയാൽ മതി. അതിനിടയ്ക്ക് വേണമെങ്കിൽ ഇടവേളയെടുത്ത് പിന്നീട് തിരിച്ചു വന്നോ മറ്റു കോളേജുകളിൽ പഠനം തുടർന്നോ ബിരുദം പൂർത്തിയാക്കാം. 4 വർഷത്തെ ബിരുദ കോഴ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.